ബാങ്കുകൾ എന്തിനാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ചെയ്യുന്നത്? ബാങ്കുകൾ കമ്പനികൾക്കോ മറ്റ് സ്ഥാപനങ്ങൾക്കോ ലോൺ കൊടുക്കുമ്പോൾ ചില ഫാക്ടേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ ക്രെഡിറ്റിനെ റേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ലോൺ ആവശ്യപ്പെടുന്ന കമ്പനികളുടെ പാസ്റ്റ് ഹിസ്റ്ററി, പ്രീവിയസ് ഡെറ്റ് അവരെങ്ങനെയാണ് റീപേ ചെയ്തിരിക്കുന്നത്, ഫ്യൂച്ചറിൽ അവരുടെ ഓപ്പറേഷണൽ എഫിഷ്യൻസി എങ്ങനെയായിരിക്കും, ലോൺ റീപേ ചെയ്യുന്നതിനുള്ള എബിലിറ്റി, ഇതൊക്കെ റേറ്റ് ചെയ്യുന്നതിനെയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത്. Credit rating is an evaluation of the credit risk of a prospective debtor, predicting their ability to pay back the debt and an implicit forecast of the likelihood of the debtor defaulting. It is the evaluation of the borrower's ability to repay the debt. കമ്പനികളെയും സ്ഥാപനങ്ങളെയും അതുപോലെ ഇൻഡിവിജ്വൽസിനെയും റേറ്റ് ചെയ്യുന്നതിന് പ്രത്യേകം ഏജൻസികളുണ്ട്. ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ അണ്ടറിലാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ വർക്ക് ചെയ്യുന്നത്. സെബിയെക്കുറിച്ച് 2-3 പോയിന്റുകൾ ഓർത്തു വെക്കണം. സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1988. എന്നാൽ സെബി ആക്ട് വന്നത് 1992. സെബിയുടെ ആസ്ഥാനം മുംബൈ. സെബിയുടെ ചെയർമാനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഫസ്റ്റ് ചെയർമാനാണ് S.A. ദേവ്. സെബിയെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട 5 പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത്. സെബി എസ്റ്റാബ്ലിഷ് ചെയ്തത് 1988. സെബി ആക്ട് വന്നത് 1992. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയാണ്. സെബിയുടെ ചെയർമാനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഫസ്റ്റ് ചെയർമാൻ ആണ് S.A. ദേവ്. അപ്പം ഇന്ത്യയിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് വർക്ക് ചെയ്യുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെബിയുടെ അണ്ടറിലാണ്. ഇനി ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ് എന്താണെന്ന് നോക്കാം. Credit rating agency is a company that rates debtors on the basis of their ability to pay back their interest and loan amount on time and the probability of them defaulting. A credit rating agency is a company that rates debtors on the basis of their ability to pay back their interest and loan amount on time and the probability of them defaulting. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയാണ്. ആ കമ്പനി ഡെറ്റേഴ്സിനെ റേറ്റ് ചെയ്യുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് റേറ്റ് ചെയ്യുന്നത്? എബിലിറ്റി ടു പേ ബാക്ക് ദെയർ ഇൻട്രസ്റ്റ് ആൻഡ് ലോൺ എമൗണ്ട്. ലോൺ എമൗണ്ട് ഇൻട്രസ്റ്റോടുകൂടി കൃത്യസമയത്ത് തിരിച്ചടയ്ക്കാനുള്ള എബിലിറ്റി ഉണ്ടോ എന്ന് പല കാര്യങ്ങൾ റേറ്റ് ചെയ്യുന്നത് വഴി മനസ്സിലാക്കുന്നു. അതുപോലെ ഈ ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് കമ്പനികളാവാം, സ്പെഷ്യൽ പർപ്പസ് എൻറ്റിറ്റീസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ ഗവൺമെൻറ്റൽ ബോഡീസ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആൻഡ് കൺട്രീസ്. ഇതൊക്കെ ഈ ഡെറ്റേഴ്സിൽ ഉൾപ്പെടും. പ്രധാനപ്പെട്ട ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രധാനപ്പെട്ട ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളാണ് ക്രിസിൽ, ഇക്ര, കെയർ, സ്മേറ, ഫിച്ച് ഇന്ത്യ ആൻഡ് ബ്രിക്ക് വർക്ക് റേറ്റിംഗ്സ്. ഇതെല്ലാം ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളാണ്. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സെബിയുടെ അണ്ടറിലാണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളൊന്നും ഇൻഡിവിജ്വൽസിനെ റേറ്റ് ചെയ്യുന്നില്ല. ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനെ റേറ്റ് ചെയ്യുന്നത് സ്പെഷ്യലൈസ്ഡ് ഏജൻസികളുണ്ട്. അത് ക്രെഡിറ്റ് ബ്യൂറോസ് ആണ്. ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമറിനെയും റേറ്റ് ചെയ്യുകയും അവരുടെ ഫിനാൻഷ്യൽ ഹിസ്റ്ററിയുടെ അടിസ്ഥാനത്തിൽ ഓരോ ഇൻഡിവിജ്വൽ കസ്റ്റമറിനെയും റേറ്റ് ചെയ്യുകയും അവർക്ക് ക്രെഡിറ്റ് സ്കോർ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി പ്രധാനപ്പെട്ട ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളും മാത്രം നോക്കാം. ആദ്യത്തേത് ക്രിസിൽ. ക്രിസിൽ മീൻസ് ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ക്രിസിൽ ഫുൾ ഫോം ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇതാണ് ഫസ്റ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആയിട്ട് അറിയപ്പെടുന്നത്. 1987 എസ്റ്റാബ്ലിഷ് ചെയ്ത ക്രിസിലാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ആയിട്ട് കണക്കാക്കുന്നത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. ക്രിസിലിൻ്റെ ഫുൾ ഫോം ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. രണ്ടാമത്തേത് കെയർ, CARE. അതിൻ്റെ ഫുൾ ഫോം ക്രെഡിറ്റ് അനാലിസിസ് ആൻഡ് റിസർച്ച് ലിമിറ്റഡ്. ക്രെഡിറ്റ് അനാലിസിസ് ആൻഡ് റിസർച്ച് ലിമിറ്റഡ്.
എസ്റ്റാബ്ലിഷ് ചെയ്തത് 1993 ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ. അടുത്തത് ഇക്ര, ICRA. ആദ്യം IICRA എന്നായിരുന്നു, ഇത് പിന്നീട് ICRA എന്നാക്കി മാറ്റി. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എന്നാണ് ഫുൾ ഫോം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1991. ഹെഡ് ക്വാർട്ടേഴ്സ് ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ്. ഇക്ര നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യപ്പെട്ടത് 2007. അടുത്തതാണ് സ്മേറ, SMERA, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ. സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ 2005 സ്മേറ നിലവിൽ വന്നത്. മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഇത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനെയാണ് റേറ്റ് ചെയ്യുന്നത്. സ്മേറ ഫുൾ ഫോം സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ. അടുത്തത് ഒനിക്ര. ഒനിക്ര ഇൻഡിവിജ്വൽ ബോറോസിനെയാണ് റേറ്റ് ചെയ്യുന്നത്. ഒനിഡ ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ എന്നതാണ് ഫുൾ ഫോം. ഒനിഡ ഇൻഡിവിജ്വൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ. ഒനിക്രേനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഒനിഡയാണ്. ഇൻഡിവിജ്വൽ ബോറോവേഴ്സിനെയാണ് ഇത് റേറ്റ് ചെയ്യുന്നത്. അടുത്തത് സിബിൽ. സിബിൽ എന്ന് പറയുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി അല്ല, ഒരു ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ്. സിബിലിൻ്റെ പൂർണ്ണരൂപം ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ്. ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് സിബിലിൻ്റെ പൂർണ്ണരൂപം. സിബിൽ ഒരു ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ആണ്. എ ക്രെഡിറ്റ് ബ്യൂറോ ദാറ്റ് കളക്ട് ആൻഡ് മെയിൻറ്റെയിൻസ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ഓൺ ഇൻഡിവിജ്വൽസ് ആൻഡ് ബിസിനസ്സസ്. സിബിലിൻ്റെ പ്രത്യേകത കമ്പനികളെ മാത്രമല്ല ഇൻഡിവിജ്വൽസിനെയും കൂടി റേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡിവിജ്വൽസിനെയും കമ്പനികളെയും റേറ്റ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് സിബിൽ, ഒരു ബ്യൂറോ ആണ് സിബിൽ. സിബിൽ എൻഗേജ്ഡ് ഇൻ മെയിൻറ്റെയിനിങ് ദ റെക്കോർഡ്സ് ഓഫ് ഓൾ ദ ക്രെഡിറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഓഫ് കമ്പനീസ് ആസ് വെൽ ആസ് ഇൻഡിവിജ്വൽസ്. ഇൻഫർമേഷൻ കളക്റ്റഡ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആൻഡ് ക്രെഡിറ്റ് സ്കോർ. ക്രെഡിറ്റ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടും ക്രെഡിറ്റ് സ്കോറും പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. സിബിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് 2000 ജനുവരിയിലാണ്. സിബിൽ എന്ന് പറയുന്നത് ഒരു ഡാറ്റാ ബേസ് ഓഫ് ക്രെഡിറ്റ് ഇൻഫർമേഷനാണ്. ഇൻഡിവിജ്വൽസിനെയും കമ്പനികളെയും ഒരുപോലെ റേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനിയാണ് സിബിൽ. സിബിലിൻ്റെ പൂർണ്ണരൂപം ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. അടുത്തത് ക്യാമൽസ് റേറ്റിംഗ്. ക്യാമൽസ് റേറ്റിംഗ് എന്ന് പറയുന്നത് ഒരു റേറ്റിംഗ് സിസ്റ്റമാണ്. ഇറ്റ് ഈസ് എ റേറ്റിംഗ് സിസ്റ്റം ടു അസസ് ദ പെർഫോമൻസ് ഓഫ് ദ ബാങ്ക്സ് ആൻഡ് ഡിറ്റർമൈൻ ദയർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ബാങ്കുകളുടെ പെർഫോമൻസിനെ റേറ്റ് ചെയ്യുന്ന ഒരു റേറ്റിംഗ് സിസ്റ്റമാണ് ക്യാമൽസ് റേറ്റിംഗ്. ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ആയത് USA. ക്യാമൽസ് വാസ് ഡെവലപ്ഡ് ഇൻ USA. In 1987, CAMELS was adopted by National Credit Union Administration. നാഷണൽ ക്രെഡിറ്റ് യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ അഡോപ്റ്റ് ചെയ്തത് 1987. ബേസൽ കമ്മിറ്റി ക്യാമൽസിനെ ബാങ്കുകളിൽ പ്രൊപ്പോസ് ചെയ്തത് 1988. എന്നാൽ ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റം സജസ്റ്റ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ അത് പത്മനാഭൻ കമ്മിറ്റിയാണ്. 1995 പത്മനാഭൻ കമ്മിറ്റിയാണ് ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റത്തിനെ സജസ്റ്റ് ചെയ്തത്. ക്യാമൽ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ 6 പാരാമീറ്റേഴ്സ്. ഈ 6 ഇമ്പോർട്ടൻ്റ് ആണ്. C മീൻസ് ക്യാപിറ്റൽ ആഡിക്വസി, A അസറ്റ് ക്വാളിറ്റി, M മാനേജ്മെൻറ്റ് ക്വാളിറ്റി, E ഏർണിങ്സ്, L ലിക്വിഡിറ്റി, S സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ സിസ്റ്റം ആൻഡ് പ്രൊസീജിയർ. Camel system is based on 6 parameters. They are C means capital adequacy, A asset quality, M management quality, E earnings, L liquidity, S sensitivity. ക്യാമൽ സിസ്റ്റത്തിൽ ക്യാമൽസ് എന്ന് പറയുന്ന 6 പാരാമീറ്റേഴ്സ് ഉണ്ട്. CAMELS. ഓരോന്നിനും കൊടുത്തിരിക്കുന്ന വെയിറ്റേജ് നോക്കാം. C മീൻസ് ക്യാപിറ്റൽ ആഡിക്വസി ആണ്, അത് 20% വേണം. A അസറ്റ് ക്വാളിറ്റി 20%, M മാനേജ്മെൻറ്റ് അത് 25% ആണ്, E ഏർണിങ്സ് അത് 15% ആണ്, L ലിക്വിഡിറ്റി അത് 10% ആണ്,
എസ് സെൻസിറ്റിവിറ്റി ടു മാർക്കറ്റ് റിസ്ക്, അത് 10% ആണ്. ഇങ്ങനെയാണ് കോമ്പോസിറ്റ് റേറ്റിംഗ്സ് വരുന്നത്. ഓരോ പാരാമീറ്റേഴ്സിനും വരുന്ന വെയിറ്റേജ് ആണ്. ക്യാമൽ സിസ്റ്റത്തിൽ റേറ്റിംഗ് വരുന്നത് 1 മുതൽ 5 വരെയാണ്. റേറ്റിംഗ് 1 ആണെങ്കിൽ അത് ബെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേബിൾ ആണ്. 2 to 3 ആവറേജ് പെർഫോമൻസ്, 3 to 4 ബിലോ ആവറേജ് പെർഫോമൻസ്, 5 വേസ്റ്റ്. അപ്പം റേറ്റിങ്ങിൽ 5 ആണ് എങ്കിൽ അത് വേസ്റ്റ് പെർഫോമൻസ് ആണ്. റേറ്റിങ്ങിൽ 1 ആണെങ്കിൽ അത് ബെസ്റ്റ് പെർഫോമൻസ് ആണ്. 2 മുതൽ 3 വരെ ആണെങ്കിൽ ആവറേജ് പെർഫോമൻസ്, 3 മുതൽ 4 വരെ ആണെങ്കിൽ ബിലോ ആവറേജ് പെർഫോമൻസ് ആണ്. അടുത്തത് CRAR, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ. ഇതിനെയാണ് CAR അല്ലെങ്കിൽ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്ന് പറയുന്നത്. CRAR മീൻസ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ. CRAR ഓൾസോ കോൾഡ് CAR, that is capital adequacy ratio. It is the ratio of a bank's capital to its risk. ബാങ്കിൻ്റെ ക്യാപിറ്റലും റിസ്ക് വെയ്റ്റഡ് അസറ്റും തമ്മിലുള്ള റേഷ്യോയാണ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ. അതായത് ബാങ്കുകൾ ലോൺസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഉള്ള റിസ്കിന് ആനുപാതികമായിട്ടുള്ള ക്യാപിറ്റൽ ആ ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. ക്യാപിറ്റലും റിസ്ക്കും തമ്മിലുള്ള റേഷ്യോയാണ് CAR അല്ലെങ്കിൽ CRAR എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്. ഇതാണ് ഫോർമുല. CAR ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ കാണാനുള്ള ഫോർമുലയാണ് ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ റിസ്ക് വെയ്റ്റഡ് അസറ്റ്. ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടയർ 1 ക്യാപിറ്റലും ടയർ 2 ക്യാപിറ്റലും ആഡ് ചെയ്തതാണ്. The capital to risk weighted asset ratio is calculated by adding a bank's tier 1 capital and tier 2 capital and dividing the total by its risk weighted assets. ഒരു കമ്പനിയുടെ ടയർ 1 ക്യാപിറ്റലും ടയർ 2 ക്യാപിറ്റലും ആഡ് ചെയ്ത് അതിനെ റിസ്ക് വെയ്റ്റഡ് അസറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റഡ് അസറ്റ് റേഷ്യോ. അപ്പോൾ ടയർ 1 ക്യാപിറ്റലും ടയർ 2 ക്യാപിറ്റലും എന്താണെന്ന് അറിയണം. ടയർ 1 ക്യാപിറ്റൽ എന്ന് പറയുന്നത് കോർ ക്യാപിറ്റലാണ്, അതായത് കാതലായ ക്യാപിറ്റലാണ് ഈ ടയർ 1 ക്യാപിറ്റലിൽ വരുന്നത്. ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി ആൻഡ് റീറ്റെയിൻഡ് ഏർണിങ്സ് ഇതെല്ലാം ടയർ 1 ക്യാപിറ്റലിൽ വരും. അത് കോർ ക്യാപിറ്റലാണ്. ടയർ 1 ക്യാപിറ്റൽ ഈസ് ഇൻറ്റൻഡഡ് ടു മെഷർ എ ബാങ്ക്സ് ഫിനാൻഷ്യൽ ഹെൽത്ത് ആൻഡ് ഈസ് യൂസ്ഡ് വെൻ എ ബാങ്ക് മസ്റ്റ് അബ്സോർബ് ലോസസ് വിതൗട്ട് സീസിങ് ബിസിനസ് ഓപ്പറേഷൻസ്. ടയർ 2 ക്യാപിറ്റൽ എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി ക്യാപിറ്റലാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് റീവാലുവേഷൻ റിസർവ്സ്, ഹൈബ്രിഡ് ക്യാപിറ്റൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് സബോർഡിനേറ്റഡ് ടേം ഡെറ്റ്, ജനറൽ ലോൺ ലോസ് റിസർവ് ആൻഡ് അൺഡിസ്ക്ലോസ്ഡ് റിസർവ്സ്. ഇതെല്ലാം ഉൾപ്പെടുന്ന സപ്ലിമെൻ്ററി ക്യാപിറ്റലാണ് ടയർ 2 ക്യാപിറ്റൽ. ടയർ 2 ക്യാപിറ്റൽ ഈസ് സപ്ലിമെൻ്ററി ക്യാപിറ്റൽ ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് റിലയബിൾ ദാൻ ടയർ 1 ക്യാപിറ്റൽ. ടയർ 1 ക്യാപിറ്റലിനേക്കാളും റിലയബിലിറ്റി കുറവാണ് ടയർ 2 ക്യാപിറ്റലിന്. ബേസൽ 3 നോംസ് പ്രകാരം മിനിമം ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ദാറ്റ് ബാങ്ക്സ് മസ്റ്റ് മെയിൻറ്റെയിൻ 8%. ബേസൽ 3 നോംസ് അനുസരിച്ച് ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എത്ര ശതമാനമാണ്? 8%. റിസ്ക് വെയ്റ്റഡ് അസറ്റ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് ഓഫ് ക്രെഡിറ്റ് റിസ്ക്, മാർക്കറ്റ് റിസ്ക് ആൻഡ് ഓപ്പറേഷണൽ റിസ്ക്. റിസ്ക് വെയ്റ്റഡ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ക്രെഡിറ്റ് റിസ്ക്കും മാർക്കറ്റ് റിസ്ക്കും ഓപ്പറേഷണൽ റിസ്ക്കും കൺസിഡർ ചെയ്യണം. The Basel III norms stipulated a capital to risk weighted asset of 8%. Scheduled commercial banks are required to maintain a CAR of 9%. ഷെഡ്യൂൾഡ് കൊമേഴ്സ്യൽ ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ബേസൽ 3 നോംസ് പ്രകാരം 9%. ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ എംഫസൈസ്ഡ് ടു മെയിൻറ്റെയിൻ എ CAR ഓഫ് 12% ആസ് പെർ RBI നോംസ്. RBI നോംസ് അനുസരിച്ച് ഇന്ത്യൻ പബ്ലിക് സെക്ടർ ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 12%. ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ ഹയർ ആണ് എങ്കിൽ ആ ബാങ്ക് ഒരു സേഫ് പൊസിഷൻ ആണ് അല്ലെങ്കിൽ ബെറ്റർ ക്യാപിറ്റലൈസ്ഡ് ആണ് എന്ന് പറയാം. ഹയർ ദ CRAR ഇൻഡിക്കേറ്റ് ദ ബാങ്ക് ഈസ് സേഫർ ആൻഡ് ബാങ്ക് ഈസ് ബെറ്റർ ക്യാപിറ്റലൈസ്ഡ്. അടുത്തത് ബേസൽ നോംസ്. ബേസൽ നോംസ് എന്താണെന്ന് നോക്കാം.
ബേസൽ നോംസ് എന്ന് പറയുന്നത് ഇന്റർനാഷണലി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ബാങ്കിങ് റെഗുലേഷൻസ് ആണ്. ഈ ബാങ്കിങ് റെഗുലേഷൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 1974 സ്വിറ്റ്സർലാൻഡിലെ ബേസൽ എന്ന സ്ഥലത്ത് ഫോം ചെയ്ത ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ പേരാണ് ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ. ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ അഥവാ BCBS ആണ് ബേസൽ നോംസ് ഇഷ്യൂ ചെയ്തത്. ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ ഫോം ചെയ്ത വർഷം 1974. ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ അഥവാ BCBS എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ബാങ്കുകളുടെ ഒരു ഫോർമേഷനായ ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ് അഥവാ BIS ആണ്. ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ് ഫൗണ്ട് ചെയ്ത വർഷം 1930. 1930 ഫൗണ്ട് ചെയ്ത സെൻട്രൽ ബാങ്കുകളുടെ ഒരു കൂട്ടായ്മയാണ് ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ്. ഏകദേശം 63ഓളം സെൻട്രൽ ബാങ്ക്സ് ഈ ഒരു ഇതിൽ മെമ്പറായിട്ട് വരുന്നുണ്ട്. ബാങ്ക് ഫോർ ഇൻ്റർനാഷണൽ സെറ്റിൽമെൻറ്റ് നിലവിൽ വന്ന വർഷം 1930. ഇതാണ് BCBS അല്ലെങ്കിൽ ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷനെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ബേസൽ നോംസ് പ്രൊവൈഡ് ഗൈഡ് ലൈൻസ് ഫോർ ക്യാപിറ്റൽ ആഡിക്വസി, റിസ്ക് മാനേജ്മെൻറ്റ്, റെഗുലേറ്ററി സൂപ്പർവിഷൻ ഓഫ് ബാങ്ക്സ്. ബേസൽ നോംസ് ബാങ്കുകൾക്ക് ക്യാപിറ്റൽ ആഡിക്വസി, റിസ്ക് മാനേജ്മെൻറ്റ്, റെഗുലേറ്ററി സൂപ്പർവിഷൻ ഈ വിഷയങ്ങളിലെല്ലാം ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന 3 സെറ്റ് ഓഫ് റെഗുലേഷൻസ് ബേസൽ 1, ബേസൽ 2, ബേസൽ 3 ഇത് 3ആണ്. ബേസൽ 1 റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് പബ്ലിഷ് ചെയ്തത് 1988 എന്നാൽ RBI അഡോപ്റ്റ് ചെയ്തത് 1999. ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് 1999. ബേസൽ സെക്കൻഡ് വന്നത് 2004 RBI അഡോപ്റ്റ് ചെയ്തത് 2009. ബേസൽ 3 ഗൈഡ് ലൈൻസ് വന്നത് 2010 ഇന്ത്യ അല്ലെങ്കിൽ RBI അഡോപ്റ്റ് ചെയ്തത് 2013. ഈ വർഷം ഓർത്തു വെക്കണം. ബേസൽ 1 ഗൈഡ് ലൈൻസ് വന്നത് 1988 RBI അഡോപ്റ്റ് ചെയ്തത് 1999. ബേസൽ 2 ഗൈഡ് ലൈൻസ് വന്നത് 2004 ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് 2009. ബേസൽ 3 ഗൈഡ് ലൈൻസ് വന്നത് 2010 ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് 2013. ബാങ്കിങ്ങിലെ 10ാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.